There's a moment in your bones when the fire takes over. Blood is running, heart is pumping as the battle gets closer. They can say what they want now, 'cause we'll be screaming out, we can be heroes everywhere we go. We can have all that we ever wanted. Swinging like Ali, knocking out bodies, standing on top like a champion. Keep your silver, give me that gold. You'll remember when I say we can be heroes everywhere we go. Keeping us down is impossible, 'cause we're unstoppable. Oh, we're unstoppable. We're unstoppable. Every spotlight, every soundbite, everybody who gave up is just a fuel for wanting him more than anybody against us. They can say what they want now, 'cause we'll be screaming now, we can be heroes everywhere we go. We can have all that we ever want. Swinging like Ali, knocking out bodies, standing on top like a champion. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. കർത്താവിന്റെ മാലാഖ പരിശുദ്ധത്തിൽ വസിച്ച പരിശുദ്ധാത്മാവിൽ മറിയം ഗർഭം ധരിച്ച സത്യാവങ്ങളുടെ ഇസ്രായേലിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതെന്ന് അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ ഇസ്രായേലിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. I come before you today. There's just one thing that I want to say. Thank you, Lord. Thank you, Lord, for all you've given to me, for all the blessings that I cannot see. Thank you. Thank you, Lord. So much beauty to discover, I can hardly take it in. I will ever stand in wonder of a grace that never ends. The more I praise you, the more I want to. I'm falling in love with you. I lay my life down, God, I am yours now. I'm falling in love with you. We have barely scratched the surface of your death-defying love. Every breath I have is worth it. 1,000 songs are not enough. The more I praise you, the
falling in love with you. I lay my life down, God, I am yours now. I'm falling in love with you. Yes, I'm falling in love with you. കാഴ്ചയർപ്പിക്കാൻ കൈകൂപ്പി നിൽക്കൂ, കാണിക്കയായെന്നെ കൈക്കൊള്ളുമോ? ബലിവേദിയൊരുങ്ങുമീ സ്വർഗീയ നിമിഷം, ബലിവസ്തുവായെന്നെ നൽകുന്നു നാഥ. കാഴ്ചയർപ്പിക്കാൻ കൈകൂപ്പി നിൽക്കൂ, കാണിക്കയായെന്നെ കൈക്കൊള്ളുമോ? ബലിവേദിയൊരുങ്ങുമീ സ്വർഗീയ നിമിഷം, ബലിവസ്തുവായെന്നെ നൽകുന്നു നാഥ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടെ ബലി സ്വലോകത്തിൽ സർവേശ്വരം സ്തുതിക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, വന്നിരിക്കുന്നു മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്ന് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ബന്ധിതരായി ഹൃദയ ഐക്യത്തിൽ ജീവിക്കുക ഈ ദാസരെ എന്ന് വിളിച്ചു വന്നു. സ്വർഗീയ വരങ്ങളാൽ ഈ വധൂവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമെന്ന് അങ്ങയുടെ മഹത്വത്തിന് മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോടുകൂടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ പുത്രി, ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും.
തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവരെല്ലാം സുരക്ഷരായി രാജകുമാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാണ്. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സീകരിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കുമാമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നിറഞ്ഞ് മുടിച്ചു നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നരുളി ചെയ്ത മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. ജീവിക്കും സർവീശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. സർവേശ പരിപാലന ബലവാരി പരിപാലന അമർത്യേ താരം അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയിനങ്ങളിൽ ബലം ചെയ്യുന്നതിനും നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എന്റെ സഹോദരരെ, പൗലോസ് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ കർത്താവെ ആശീർവദിക്കുന്നു. മിശിഹ അനുഗ്രഹിക്കട്ടെ. ഭാര്യമാരെ, നിങ്ങൾ കർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അത് നിങ്ങളുടെ ആദരപൂർവ്വവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ഭാഗ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധി വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര വ്യക്തമറിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്യുന്നുണ്ട്. സാറ അബ്രഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിക്കുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവരുടെ മക്കളാകും. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുകയും സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശം എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുകയും ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സം ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടിയാണ്. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 2 1 മുതൽ 11 വരെയുള്ള തിരുവചനം. 3-ാം ദിവസം
ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്ക് നൽകും, എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുമെന്ന്. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവുകൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുമെന്ന് അവൻ പറഞ്ഞു. അവർ പ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന നിലവാണ്. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗ്ലെൻസൺ സ്നേഹ, നമ്മളെല്ലാവരും ഇന്ന് ഈ ദേവാലയത്തിലായിരിക്കുന്നത് ഒരുപാട് സന്തോഷത്തോടെയാണ്. സ്വർഗത്തിൽ നിന്നുകൊണ്ട് ഗ്ലെൻസൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. ഇവിടുത്തെ മുൻപത്തെ കൊച്ചച്ഛന്മാരെന്ന നിലയിൽ അപ്പാടനച്ഛനും എനിക്കും നിങ്ങളെക്കാൾ അധികം സന്തോഷമുണ്ട്. അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത്, ഞങ്ങളിവിടെ കൊച്ചച്ഛന്മാരായിരിക്കുന്ന സമയത്ത് അധികം കല്യാണം ഈ പള്ളിയിൽ നടന്നിട്ടില്ല. ഞാൻ ഈ കഴിഞ്ഞ കൊല്ലമായിരുന്ന ഒരു കൊച്ചച്ഛൻ, ഇപ്പം എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന എനിക്ക് ഒരു കെട്ടുകുർബാന നടത്തണം എന്നുള്ളതായിരുന്നു. പട്ടം കിട്ടിയിട്ട് ആദ്യത്തെ അപ്പോയിൻമെൻ്റായിരുന്നു ഇവിടെ. എൻ്റെ ബാച്ചുകാർക്ക് ആഘോഷമായിട്ട് അവർ പള്ളിയിൽ കെട്ടുകുർബാന നടത്തുമ്പോൾ ഈ പള്ളിയിൽ കെട്ടുകുർബാന ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ ആരെങ്കിലും ഒക്കെ കെട്ടിക്കാൻ പറ്റണമെന്നുള്ളത്. ദൈവം സഹായിച്ച് എനിക്കതിനുള്ള വലിയ ഭാഗ്യം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ അപ്പു കല്യാണം വിളിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഒരാൾ ഞാൻ തന്നെയാണ്. ഈ ദിനത്തിൻ്റെ മംഗളത്തിൽ സ്നേഹത്തോടെ അപ്പുവിനും സ്നേഹിക്കും നേരിടും കൂട്ടിനും ഒക്കെ. സ്നേഹം എന്തിനാണ് വിവാഹം കഴിക്കുന്നത്? കൂട്ടിന് എന്തൊരു മനപ്പൊരുത്തം, കോപ്പി അടിച്ചതുപോലെ ഓക്കെ. ഇന്നലെ ചോദിച്ചതായിരിക്കും കൃത്യമായിട്ട് ഉത്തരമാണ് അപ്പു പറഞ്ഞത്, ഒരു കൂട്ടിനാണ്. കാരണം ആദ്യം ദൈവത്തിന് മനസ്സിലായിരുന്നു മനുഷ്യൻ ഏകനായിരിക്കുമെന്നല്ല, അവനൊരു ഇണയെ വേണമെന്നുള്ളത്. ആദ്യം നന്ദി പറയുക, നിങ്ങളെ വളർത്തിയ എല്ലാവരോടും നന്ദിയുള്ളവരായിരിക്കും. ഈ ദിനത്തിൻ്റെ പ്രാർത്ഥനകളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ ഉപദേശങ്ങളിലേക്ക് അടക്കുകയാണ്. ഉപദേശം എത്ര പറഞ്ഞാലും നിങ്ങൾ അത് കേൾക്കുമെന്ന് എനിക്കറിയാം. പണ്ണച്ചൻ അറിയപ്പെടുന്ന ഗായകനാണ്. അതുകൊണ്ട് ആ പണ്ണച്ചൻ കുർബാന ചുറ്റും ജിൻസച്ചൻ തമാശ നിറഞ്ഞ പ്രസംഗം പറയണമെന്ന് പറഞ്ഞു. ഞാൻ അന്ന് മുതൽ ആരംഭിച്ചതാണ് തമാശ നോക്കാനായിട്ട്. ചില കൊണ്ടിട്ട് ദിവസം കഴിയുമ്പോൾ അപ്പോൾ ഉറങ്ങിന്ന് വരും. സ്നേഹം എന്ത് ചെയ്യണം? ഉറങ്ങണം. തോണ്ടി വിളിച്ചിരുന്ന അപ്പു അച്ഛനെന്ന് പറഞ്ഞ ഓർമ്മയില്ലേ, നമ്മൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. ചിലപ്പോൾ പ്രാർത്ഥന സമയത്തായിരിക്കും സ്നേഹം ചിന്തിക്കുന്നത് നാളത്തെ കറി എന്ത് വെക്കണം എന്നുള്ളത്. അപ്പോൾ എന്ത് പറയണം? സ്നേഹം പാടില്ല, നമ്മൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ ഒന്നിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയിൽ വളരാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം അനുഗ്രഹീതമാണ്. രണ്ടാമത്തെ കാര്യം ഭക്ഷിക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലെങ്കിൽ തന്നെ നിങ്ങൾ കാര്യമായിട്ട് ഭക്ഷിച്ചോളൂ. ഞങ്ങളിടയ്ക്ക് പുറത്തൊക്കെ പോയി ഭക്ഷണം കഴിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ പൈസ എടുക്കാറില്ല, ഞങ്ങൾ തന്നെ ഷെയർ എടുക്കും കേട്ടോ. അതുകൊണ്ട് ഇടയ്ക്ക് ഞങ്ങളുടെ പുറത്ത് കൊണ്ട് ഭക്ഷണമൊക്കെ മേടിച്ച് തരാൻ പറയണം. കൃത്യമായിട്ട് കണക്ക് നോക്കുന്ന ആളാണ്. അപ്പോൾ എനിക്കറിയാം ഇവിടെ CLCക്ക് ഇവൻ കൊച്ചച്ഛനായാൽ പോലും ഒരു ചായ മേടിച്ചിട്ട് കൃത്യമായിട്ട് കണക്ക് ചെയ്ത് ബില്ല് കൊണ്ടുപോകാനൊരു തരും. കൊച്ചച്ഛൻ കൊടുത്ത ചായ 5 രൂപ. കൃത്യമായിട്ട് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആളാണ്. അപ്പോൾ ഭക്ഷിക്കുക എന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷിക്കണം. ഒരു ടേബിളിലിരുന്ന് പരസ്പരം സംസാരിച്ച് ജോലിയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് വേണം സംസാരിക്കാനായിട്ട്. ഭക്ഷണം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കരുത്. ഭക്ഷണത്തോടൊപ്പം തന്നെ പരസ്പരം സന്തോഷത്തോടെ സംസാരിക്കാൻ നിങ്ങൾ സാധിക്കണം. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്? എല്ലാം കഴിക്കുമ്പോൾ എനിക്കറിയാം, എന്നാലും ഒരു ഫേവറേറ്റ് എന്നാ സദ്യയാണ്. നീ പെടും. സദ്യ ഉണ്ടാക്കാൻ അറിയോ സ്നേഹിക്ക്? കുറച്ചറിയുള്ളൂ. അപ്പോൾ കുറച്ച് സദ്യ ഉണ്ടാക്കി തരുമ്പോൾ അപ്പോൾ എന്ത് പറയണം സ്നേഹനോട്? സ്നേഹ, എൻ്റെ ജീവിതത്തിൽ മാത്രം മനോഹരവും സ്വാദുള്ളൊരു ഭക്ഷണം ഞാൻ
കഴിച്ചിട്ടില്ല. ചിലപ്പോൾ തീയിൽ അവിയൽ പോലെ ഇരുന്ന് വരും. പക്ഷെ എങ്കിലും നമ്മൾ സ്നേഹം പ്രോത്സാഹിപ്പിക്കണം. സ്നേഹിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഏതാണ്? സാമ്പാർ. എന്താ? ബിരിയാണിയാണ്. ഒരാൾ വെജും ഒരാൾ നോൺ വെജും ആണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബിരിയാണി റൈസൊക്കെ മേടിച്ച് വെക്കുന്ന സ്നേഹിതരോട് പറയണം, ഇടയ്ക്കിടയ്ക്ക് നീ ബിരിയാണി ഉണ്ടാക്കണം, എനിക്ക് സദ്യയാണ് ഇഷ്ടമെങ്കിലും നിന്നോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ ബിരിയാണി കഴിച്ചോളാം എന്ന് പറയണം. അങ്ങനെ പരസ്പരം ഭക്ഷണം കഴിച്ച് തുറന്ന് സംസാരിക്കണമെന്ന് പറ്റണം. നസ്രത്തിൽ നമ്മൾ കാണുന്നതാണ്, പരസ്പരം പങ്കുവെച്ച് ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം കൂടുതൽ സുഖിതാവുള്ളൂ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നല്ലൊരു മാതൃകയാവുന്നുള്ളതാണ്. ഈ കല്യാണം കഴിയുമ്പോഴേക്കും പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും പള്ളി വെച്ചാൽ സംസാരിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കുർബാന കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ വിളിച്ചങ്ങനെ കസിൻസ് പറയും, നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവും, ചെക്കനും കൊള്ളാം പെണ്ണും കൊള്ളാം, സൂപ്പർ ജോഡികളാണ്, മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നുള്ളത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ ജീവിതത്തിൽ മരണം വരെ ഉണ്ടാകണം. നിങ്ങൾ റോഡ് കൂടി പള്ളിയിലേക്ക് ഒരുമിച്ച് നടന്നു പറയണം, ബാക്കി അസൂയ തോന്നും, ആ പൂനെ സ്നേഹം നമുക്ക് എന്ത് ഭംഗിയായിട്ട് എന്തൊരു സന്തോഷത്തോടെയാണ് അവർ പ്രാർത്ഥിക്കാൻ പോകുന്നത്, പള്ളിയിൽ പോകുന്നത്, എന്തൊരു സ്നേഹത്തിലാണ് കഴിയുന്നത്, എന്ത് പ്രശ്നങ്ങളുണ്ടായാലും സഹനങ്ങളുണ്ടായാലും ഒരുമിച്ച് നിന്ന് ദൈവത്തോട് കൂടി ആലോചിച്ച് ജീവിക്കുന്ന രണ്ട് നല്ല ഒരു പയ്യനും പെൺകുട്ടിയാണ് അപ്പവും സ്നേഹം എന്നുള്ളത്. ആര് പറയണം? നിങ്ങളല്ല, മറ്റുള്ളവരെ കൊണ്ട് നിങ്ങൾ പറയിക്കുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ മാതൃപരമായിട്ടുള്ള ജീവിതം നയിക്കേണ്ടത്. നിങ്ങൾ ഈ കുടുംബ ജീവിതത്തിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥന നേരെയാണ്. എപ്പോൾ ബുദ്ധിമുട്ടുണ്ടായാലും പ്രശ്നങ്ങളുണ്ടായാലും പ്രതിസന്ധി ഉണ്ടായാലും നിങ്ങൾ കൂടി വരാം. പണസംബന്ധമായിട്ടുള്ള കാര്യമാണെങ്കിൽ എൻ്റെ അടുത്തോട്ട് വരണമെന്നില്ല, ആ പഠനത്തിലോട്ട് പോയാൽ മതി. ഞങ്ങൾ എല്ലാത്തിനും കൂട്ടുകാരെന്നതിലും കൊച്ചന്മാരെന്നതിലും തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടി ഉണ്ടാകും. പ്രത്യേകമായിട്ട് ഒരു മാതാപിതാക്കളെയും ആൻറ്റിമാരെയും അങ്കിളുമാരെയും ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടി ഓർക്കുകയാണ്. അവസാനമായിട്ട് ഒറ്റ ചോദ്യം നിങ്ങൾ ചോദിച്ചുകൊണ്ട് നിർത്തിക്കോളാം. 3 കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? ഒന്നാമത്തത് പ്രാർത്ഥിക്കണം, ഭക്ഷണം കഴിക്കണം, നല്ലൊരു മാതൃകയായിരിക്കണം. ഈ 3 കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലും ഇവിടുത്തെ വികാരിയച്ഛൻ്റെയും കൊച്ചച്ഛൻ്റെയും പേരിലും ആശംസയും പ്രാർത്ഥന നേരുന്നു. തുടർന്നുള്ള കർമ്മങ്ങൾ ഏറ്റവും ഭക്തിപൂർവ്വവും വിശ്വാസത്തോടും കൂടി നമുക്ക് പങ്കെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവ്. പ്രിയ സഹോദരൻ, ഈ വധുവരന്മാർ വിവാഹമെന്ന കുദാശയാൽ ബന്ധുജനം പോകുന്നു. ഈ കുദാശ യോഗ്യതയോടുകൂടി പരിക്രമം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവരും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിത സഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്തപരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയുടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളുടെ ദാസരെ ശക്തരാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി ഞങ്ങളിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പ്രവേശിക്കുകയാണ്. വരന്റെയും വധുവിന്റെ ഭാഗത്തുള്ള ഓരോ സാക്ഷികളും മുന്നോട്ട് കയറി പ്രവർത്തിക്കുന്നു. സ്നേഹത്തിന്റെ ഭാഗത്തുള്ള പ്രിയപ്പെട്ട ഗ്ലൻസൺ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ സ്നേഹയെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. പ്രിയ സ്നേഹ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ഗ്ലൻസനെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നത്. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണ്. അബ്രഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവ്, വിശ്വാസത്തിലും സ്നേഹത്തിലും വധൂവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുന്നതിനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുന്നതിനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ്
ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. ഈ ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മന്ത്രകോടി വെച്ചിരിക്കുന്നു. കൃപാവരത്തിൻ്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. പരിപാലനത്തിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും
പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നിൽക്കും. കർത്താവായ മിശിഹായെ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെ നായകനായ മറിയൂസപിതാവിന്റെയും ഇടവക മധ്യസ്ഥനായ ഡൊമിനിക്കോസിന്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിത ഐശ്വര്യപൂർണ്ണമാകട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ നിൽക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായ മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്തു. കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവർ. വിവാഹമെന്ന ഭൂതാശയ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയ ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്ത് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്രമത്തിൽ പങ്കുചേർന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരമാലയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോയുടെ അവിടുത്തെ ഞങ്ങളെ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് രാജാവായ സന്തോഷം ആശ്വാസം നൽകി. ഞങ്ങളിൽ ആരെങ്കിലും ഉപദ്രവിക്കണമേ, കുടുംബത്തിലുള്ളവരെയും അകന്നു പോയിരിക്കുന്നവരെയും മരിച്ചുപോയ ഭാഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ.
സ്നേഹ ചേച്ചീസ് വെഡിങ് റിസപ്ഷൻ. ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും സ്നേഹത്തോടു കൂടി ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Today calls for celebration, and so it's my pleasure to introduce to you, for the very first time, Glenson Chettan and Sneha Chechi as husband and wife. ഇവര് രണ്ടുപേർക്ക് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അറിയാലോ. അറിയാത്തവർക്ക് our handsome groom ഗ്ലെൻസൺ ചേട്ടൻ, നമ്മുടെ സ്നേഹത്തോടെ അപ്പുചേട്ടൻ, is working at Kakinad Info Park. And our beautiful bride Sneha Chechi worked as a hospital administrator at Mother Grace Ayurveda Hospital, Muatuvara. ഈ കല്യാണം മനോഹരമായിട്ട് നടക്കണമെന്ന് ഇവരെക്കാട്ട് ആഗ്രഹിച്ചവരാണ് ഇവർ രണ്ടുപേരെയും ഫാമിലി മെമ്പേഴ്സ്. ആൻഡ് ആസ് ദ സെയിങ് ഗോസ്, മാരേജ് ഇസ് എ ഫ്യൂഷൻ ഓഫ് ദ സോൾ ആൻഡ് ഇറ്റ്സ് ദ യൂണിയൻ ഓഫ് ടു ഫാമിലീസ്. And so, now let me first welcome onto the stage our bride's father, Mr. Joy VJ, and her mother, Mrs. Jolly Joy, who is working at Cochin Airport. Along with them, I invite her elder brother, Mr. Arun Joy, who is working as an accountant in Qatar. We take this opportunity to remember the parents of the groom, late Mr. Jackson and Mrs. Shaila Jackson. And now, let me welcome the guardians of the groom, Mr. T.T. Dominic and Mrs. Sajda Dominic, onto the stage. I also call upon our groom's elder sister, Mrs. Glaze Bijoy, brother-in-law Mr. Bijoy Bernard, and their daughter, Isa Anna Bijoy. This beautiful family is settled in Dubai. We humbly invite Glenson Chettan and Sneha Chechi to light the lamp together along with both the families.
you.